ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്രവുമായി ഉയർന്നു വന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കൊള്ളയുടെയും കഥകളാണ് കുറച്ച് ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ പല മാധ്യമങ്ങളും. ഇതൊക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ഒക്കെ താറടിച്ച് കാണിക്കാനുള്ള മാർഗമായി പലപ്പോഴും കേരളത്തിലെ ചില മാധ്യമങ്ങളെങ്കിലും സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അവിടെ ഒരു കളവോ അല്ലെങ്കിൽ തട്ടിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമി ഇടപാടുകളോ നടന്നു എങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് അതാരായാലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പലകുറി ആവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ഗുരുതരമായ വീഴ്ചകൾ പറ്റിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ഇത് ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പങ്കോ അല്ലെങ്കിൽ അലംഭാവമോ ജാഗ്രതക്കുറവോ ഉണ്ടായി എങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. അത് കണ്ടുപിടിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ്, അവരെ ശിക്ഷിക്കേണ്ടത് തന്നെയാണ് എന്ന ഒരു പൊതു അഭിപ്രായമാണ് രാജ്യത്തുടനീളമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. രാമക്ഷേത്രത്തിലെ ഈ സംഭാവന തട്ടിപ്പ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും ട്രസ്റ്റ് പോലീസിൽ പരാതി നൽകിയില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ ലഖ്നൌവിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കേസിൽ പ്രതിയായ അവിനാശ് ശുക്ല എന്ന വ്യക്തിയുടെ വീട് ട്രസ്റ്റ് അംഗങ്ങൾ പലകുറി സന്ദർശിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ സാഹചര്യത്തിൽ ക്രമക്കേടിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും വിവരം തേടിയിട്ടുണ്ടെന്നും SIT അറിയിച്ചു. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കമാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ആ രീതിയിൽ തന്നെ കൃത്യമായി അന്വേഷണം അതിൻ്റെ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. സുതാര്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇതിനകത്ത് തട്ടിപ്പ് ഏത് രീതിയിൽ നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അവരെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. സംഭവത്തിൽ അയോധ്യയിലെ അഭിഭാഷകർ പ്രതികൾക്ക് വേണ്ടി ഹാജരാകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പോസിറ്റീവായ കാര്യമാണ് അത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാൻ അഭിഭാഷകർ യോഗം ചേരുന്നുണ്ട്. കേസിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനാണ് അഭിഭാഷകരുടെ തീരുമാനം. തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്ക് നിയമസഹായം നൽകേണ്ടതില്ല എന്ന ഒരു പൊതുവികാരമാണ് ഇപ്പോൾ അയോധ്യയിലെ ജനങ്ങളിൽ നിന്നും അതുപോലെ അഭിഭാഷകരിൽ നിന്നും മറ്റ് നിയമ വിദഗ്ധരിൽ നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. സംഭാവന ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ജോയ് മില്യ ബാക്ഷി എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുൻപാകെയാണ് ഈ ഹർജികൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുക തന്നെ വേണം എന്ന് ഇന്ത്യയിലെ ഓരോ വ്യക്തിയും പറയുന്നു. കാരണം ഇത് ഈ ഒരു ഇത്രയും ചരിത്രപരമായൊരു സ്മാരകത്തെ അല്ലെങ്കിൽ ഒരു മഹാക്ഷേത്രത്തെ അതിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ ഈ വ്യക്തികൾ അതാരായാലും അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ, അവർ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ പ്രവർത്തിക്കുകയാണെങ്കിലും അവർക്കെതിരെയുള്ള ശക്തമായ നിയമ നടപടികളുമായി തന്നെ ഇന്ത്യയിലെ നിയമ സംവിധാനം, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തന്നെ മുമ്പോട്ട് പോകണം. അഭിഭാഷകരടക്കം ഇവർക്ക് ഈ ഒരു SIT അന്വേഷണത്തിനും അതിൻ്റെ മറ്റ് ക്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന അത് തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിന്, ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യം തന്നെയാണ്.